ഹായോ വെൽക്കം ബാക്ക് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞങ്ങൾ കുറച്ച് പർച്ചേസിന് വേണ്ടി ടൗണിൽ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. സോ നമുക്ക് നേരെ ഇതിലേക്ക് പോകാം. നമ്മളിന്ന് പാടത്ത് കൂടെ നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ തോടൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ട്. 2 ദിവസം മുന്നേ അതിൽ കൂടെ പോയപ്പോൾ തോടൊക്കെ ഉണക്കി, 2-3 ദിവസം മുന്നേ പോയപ്പോൾ തോടൊക്കെ ഉണങ്ങി വറ്റി കിടക്കുകയായിരുന്നു. കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ തോടൊക്കെ നിറഞ്ഞു ഒഴുകിയിട്ടുണ്ട്. അതും ചെളിവെള്ളം എന്നല്ല, നല്ല തെളിഞ്ഞ വെള്ളത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലൊരു സമാധാനം. പിന്നെ അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അത്രയും പീസ്ഫുള്ളായി തോന്നുന്നുണ്ട്. അതുകൊണ്ട് സൗണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് അങ്ങനെ നമ്മൾ വാട്ടിൻ്റെ സൗണ്ടിനെ കൊടുക്കാമെന്നിട്ട് വിചാരിക്കണം. എന്ത് രസാലേ കാണാൻ. പിന്നെ അവിടെ വലിയൊരു മുളങ്കാട് ഉണ്ട് കേട്ടോ. മുളങ്കാട് പറയുമ്പോൾ എല്ലാവരും മുളകം കൊണ്ടുള്ളൊരു ആർച്ച്, അതിലൂടെയൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ നേരെ ഞങ്ങൾ അസുവിൻ്റെ സ്കൂൾക്ക് ഒരു ആവശ്യത്തിന് പോവുകയാണ്. അപ്പോൾ ഓട്ടോ കിട്ടണം, ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഓട്ടോ കിട്ടിയപ്പോൾ അങ്ങനെ ഓട്ടോയിൽ പോയി. മടക്ക ഓട്ടോ ഓർച്ചയാണ്. അപ്പോൾ അതിലേക്ക് കയറിയിട്ട് ഞങ്ങൾ അസുവിൻ്റെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ ഇറങ്ങാമെന്ന് വിചാരിക്കണം. അസുവിൻ്റെ ബുക്സ് ഉണ്ട്. അസുവിൻ്റെ ബുക്സ് അല്ല, ആൻസർ ഷീറ്റ് ഉണ്ട് ഇവിടെ കൊടുക്കാൻ സ്കൂളിൽ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു മെയിൻ റോഡിലേക്ക് എത്തിയപ്പോൾ. അങ്ങനെ ഓട്ടോ വിളിച്ചിട്ട് സ്കൂളിൻ്റെ കോമ്പൗണ്ടിലല്ല, സ്കൂളിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സ്കൂൾക്ക് നടക്കണം. സ്കൂൾ കുറച്ച് നടക്കാനുണ്ട്. പേപ്പർ കൊടുത്തിട്ട് വേണം നമുക്ക് ടൗണിൽ പോകാൻ. പ്രകൃതിരമണീയമായ സ്ഥലമാണ്, പക്ഷെ കണ്ടാൽ ചിലപ്പോൾ കടായിക്കെ തോന്നും. ഇന്നുണ്ടല്ലോ, ചില കുട്ടികൾക്ക് ഉണ്ടോന്നുണ്ടല്ലേ. അപ്പോൾ സ്കൂളത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വർക്ക്ഷീറ്റ് ആണ് ടീച്ചറുടെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ ടൗണിലേക്കാണ് പോകുന്നത്. അപ്പോൾ ടൗണിൽ പോയിട്ട് നമ്മൾ നേരെ ഓട്ടോ എടുത്തിട്ട് ജാംജുമിലേക്കാണ് പോകുന്നത്. മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ബുക്ക് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട്. 4 ലൈൻ കോപ്പിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവൾക്ക് ഇപ്രാവശ്യം നോട്ട്ബുക്ക് എല്ലാ പ്രാവശ്യം അങ്ങനെയാണ്, പക്ഷേ ഇപ്പോൾ 6th സ്റ്റാൻഡേർഡിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അവൾക്ക് 4 ലൈൻ കോപ്പിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് അത് മാറ്റാനാണ് വന്നിട്ടുള്ളത്. ഫുൾ ഒരു 11 ബുക്ക് എങ്ങാണ്ടുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് കേട്ടോ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ കുട്ടികളുടെ പെന്ന്, പിന്നെ അതുപോലെ ഹൈലൈറ്റേഴ്സ്, ക്യൂട്ടായിട്ടുള്ള ഓരോ ഐറ്റംസ് ഒക്കെ നോക്കി തന്നു. കാണാൻ നല്ല ഭംഗിയാണല്ലോ. അതിന് ആ ടൈമിൽ ഉമ്മയുടെ ബുക്ക് എക്സ്ചേഞ്ച് ചെയ്യാത്തുണ്ടോ. പിന്നെ ഞങ്ങൾ നേരെ നോട്ട് ബുക്സിൻ്റെ സെക്ഷനിൽ വന്നിട്ട് അവൾക്ക് വേണ്ട ബുക്സ് ഫുള്ള് നോക്കിയെടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇനി പ്രാവശ്യം പറയേണ്ട, ഇനി ഒരിക്കലും തെറ്റരുത്. ജസ്റ്റ് എന്തായാലും സിംഗിൾ ലൈൻ നോക്കി എടുക്കണം. ഇനി മാറ്റം വരാൻ പറ്റില്ല പറയുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയെടുക്കാണ്ടോ ഞങ്ങൾ. അങ്ങനെ അവളുടെ 11 നോട്ട് ബുക്സ് എടുത്തിട്ടുണ്ട്. ഇനി വെറുതെ ഇതിൽ കൂടെ ചുറ്റി നടക്കണം. കാരണം എപ്പോഴാ പ്രാവശ്യം വന്നാലും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്രയോൺസ് കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം നിമിക്ക് അതുവിന് മേടിച്ചത് ടോംസിൻ്റെ ക്രയോൺസ് ആയിരുന്നു. അപ്പോൾ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് എനിക്ക് ഈ ഒരു ക്രയോൺസ് തോന്നിയിട്ട്, അപ്പോൾ അതാണ് ഞാൻ വീഡിയോയിൽ അത് കാണിച്ചത്. പിന്നെ വെറുതെ ഇങ്ങനെ ഹെയർ ക്ലിപ്സിൻ്റെ സെക്ഷൻ, അങ്ങനെ ഹെയർ ആക്സസറീസ്, അങ്ങനെ ഓരോ പെർഫ്യൂമും കാര്യങ്ങളും നോക്കി നമുക്ക് പറ്റിയ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട്. സോ അങ്ങനെ എല്ലാവരും ചുറ്റി നടന്ന് നോക്കുമ്പോൾ ഉമ്മാക്കും എന്തെങ്കിലും കിച്ചണിക്ക് ആവശ്യമുള്ള ഐറ്റംസോ ഹെയർ ഓയിലും കാര്യങ്ങളും. അപ്പോഴാണ് ജാസ്മിൻ്റെ ഹെയർ ഓയിൽ കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് അതൊന്നും എടുത്തത്. അങ്ങനെ ഉണ്ടോ മാളിൽ വന്നാലുണ്ടാവില്ലേ, നമ്മളിങ്ങനെ ജസ്റ്റ് ചുറ്റിക്കറങ്ങും. അപ്പോൾ നമുക്ക് വേണ്ട ആവശ്യമുള്ള ഐറ്റംസൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. അങ്ങനെ അതിന് ഓരോന്ന് പർച്ചേസ് ചെയ്തിട്ടില്ല. ഒരു ലിസ്റ്റായിട്ടൊന്നും വരലില്ല. അങ്ങനെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വരുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരുമല്ലോ, ഇത് നമ്മുടെ വീട്ടിലില്ല. അങ്ങനെ നമ്മൾ ഓരോന്ന് പർച്ചേസ് ചെയ്യലാണ്. അങ്ങനെ ഹെയർ ഓയിൽസ് ഞാൻ നോക്കിയിട്ട് അതിന് ശേഷം നമ്മൾ എന്നും മേടിക്കണം ജാസ്മിൻ്റെ തന്നെ എടുത്തു കേട്ടോ. അതാണ് നമുക്ക് ഇഷ്ടം. ജാസ്മിൻ്റെ ഹെയർ ഓയിലാണ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ അവിടുന്ന് വേണ്ട ഐറ്റംസ് പർച്ചേസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പോരുകയാണ്. ഇനി നമുക്ക് നേരെ കുറച്ച് മെറ്റീരിയൽ എടുക്കണം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ കസിൻ്റെ വെഡ്ഡിങ് ആണ് ഈ ജൂണിൽ വരുന്നത്. അപ്പോൾ അതിലേക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ നമുക്ക് അങ്ങനെ പരാഗിൽ പോയിട്ട് മെറ്റീരിയലൊക്കെ സെലക്ട് ചെയ്യണം. കുറച്ച് മെറ്റീരിയലൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയും മെറ്റീരിയൽസ് എടുക്കാനാണ്. റിസപ്ഷനുള്ള ഡ്രസ്സ് മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് റെഡിമെയ്ഡ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് മെഹന്തിക്കും പിന്നെ അതുപോലെ തലേ ദിവസം നെയിലുള്ള പരിപാടിക്കൊക്കെ നമ്മൾ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യാണ് ഡ്രസ്സ്. ഉമ്മ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ. അപ്പം ഉമ്മാനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് മെറ്റീരിയൽസൊക്കെ നോക്കിയെടുക്കുകയാണ്. എല്ലായിടത്തും പോലെ കറക്റ്റായിട്ടൊന്നും കിട്ടില്ല. നമ്മൾ ഉദ്ദേശിച്ച കളർ തന്നെ കിട്ടേണ്ടത്. കുറച്ച് മെറ്റീരിയൽ ഉണ്ട്, കുറച്ചില്ല. അപ്പോൾ അതിലേക്ക് മാച്ചായിട്ട് അതേ സെയിം കളർ തന്നെ കിട്ടണം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് എല്ലാ മെറ്റീരിയൽസും ചൂസ് ചെയ്യണം. സോ എനിക്കുള്ളതാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതൊരു റാണി പിങ്ക് കളറാണ്. പക്ഷേ വീഡിയോയിൽ എങ്ങനെയൊക്കെ മനസ്സിലാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒരു റെഡൊക്കെ ആയിട്ടല്ലേ തോന്നുന്നത്. ബട്ട് ഇത് റാണി പിങ്ക് കളറാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി മെറ്റീരിയൽ സെലക്ട് ചെയ്യണം. പിന്നെ ലേസ് കാര്യങ്ങളൊക്കെ എടുക്കണം. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ മെറ്റീരിയൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മെറ്റീരിയൽ മാത്രം സെലക്ട് ചെയ്തിട്ട് പോവാണ് കേട്ടോ. ഇത് കട്ടിങ്ങോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേണ്ടത്ര ലേസും കാര്യങ്ങളും എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഒരു ഫർ മെറ്റീരിയലിൽ കണ്ട് നല്ല ഭംഗിയുള്ളൊരു ക്ലോത്ത് കണ്ടു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ക്യാപ്ചർ ചെയ്തതാണ്. പിന്നെ ഇതാ ഈ ഒരു കളർ ജസ്റ്റ് നല്ല ഭംഗിയുള്ളൊരു പീക്കോ കളറാണ്. പക്ഷേ ക്യാമറയിൽ കാണുമ്പോൾ ഇതാ ഇങ്ങനൊരു വേറൊരു പീക്കോ ബ്ലൂ ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ അത് പീക്കോ ഗ്രീൻ ആണ് കേട്ടോ. ക്യാമറയിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലായില്ല. അതൊക്കെ പർച്ചേസ് ചെയ്തു. അതിന് ശേഷം നമ്മൾ അവിടുന്ന് പോരുകയാണ്. ഇനി നമുക്ക് കുറച്ച് ലൈനിങ്ങും കാര്യങ്ങളും വേറെ കടയിൽ നിന്ന് എടുക്കണം. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ വേറൊരു ബട്ടൺ ഹൗസിലേക്ക് വന്നിട്ടാണ്. ഇവിടെ പെരുന്തൽമണ്ണയുള്ള ഫിർദോസ്
അങ്ങനെ എന്തോ ഉണ്ട് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ കുറച്ച് ലേസൊക്കെ കണ്ടു. ഞാനിങ്ങനെ ആലോചിച്ച് നമ്മുടെ ഡ്രസ്സിന് പറ്റുമെന്ന് അങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അതിന് പറ്റിയ കുറച്ച് ലേസ് സെലക്ട് ചെയ്യണം. പിന്നെ ഇവിടെ കുറച്ച് ആരി വർക്കിനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നോക്കി നമ്മുടെ ഈ കുട്ടി വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ.